ഇനി നമുക്ക് രതീഷ് വിൻസെന്റ് ഒരു കുഞ്ഞു തുക അയച്ചു തന്നിട്ടുണ്ട്. സൗമ്യ, ഒന്നും പബ്ലിഷ് ചെയ്യണ്ട, ഇപ്പോൾ ഇതേ ഉള്ളൂ, അക്കൗണ്ട് പൈസ ഉള്ളപ്പോൾ ഞാൻ ഇട്ടേക്കാം. സൗമ്യ പറയുന്നു. ഓക്കെ മോളെ, ഇതെന്തിനാ പബ്ലിഷ് ചെയ്യാം എന്ന് മോക്ക് ഇപ്പൊ തോന്നത്തില്ല പബ്ലിഷ് ചെയ്യേണ്ടെന്ന്. പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ മോക്ക് തന്നെ തോന്നും പബ്ലിഷ് ചെയ്താൽ എന്താണ്. ഇപ്പോൾ ഇതേ ഉള്ളൂ, അക്കൗണ്ടിൽ പൈസ ഉള്ളപ്പോൾ ഞാൻ ഇട്ടേക്കാം. മോൾ ഇപ്പോൾ ഈ നമ്പർ പബ്ലിഷ് ചെയ്താൽ മോളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കും. എന്റെ കൂടെ യൂട്യൂബ്, എന്റെ കൂടെ ഗൂഗിൾ പേ ചെയ്യുന്ന കളിക്കുന്ന ആളുകള് മോക്ക് പൈസ ഇടും. അപ്പോൾ മോളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തും. അപ്പോൾ മോൾ എനിക്ക് പണം തരും. ഞങ്ങൾ ഈ കളിക്കുന്ന കളി മോൾ എല്ലാവരുമായിട്ട് കളിക്കും. നമ്മുടെ കയ്യിൽ എന്നും പണം ഉണ്ടാകും കേട്ടോ. അക്കൗണ്ടിൽ പൈസ ഉള്ളപ്പോൾ ഞാൻ തരുമെന്ന. ഇനി ഏതൊരു കാലത്താ? അപ്പോൾ അക്കൗണ്ട് എപ്പോഴും നിറങ്ങി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ജോലി എടുക്കണം. എന്ത് ജോലിയാ? പണം നമ്മൾ കണ്ടെത്തണം. പണം എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് കണ്ടെത്തണം. എവിടെയാണ് പണം ഉള്ളത്? ആരുടെ കയ്യിലാണ് പണം ഉള്ളത്? മനുഷ്യന്റെ കയ്യിലാണ് പണം. അപ്പോൾ ആ മനുഷ്യനിൽ നിന്ന് നമ്മൾ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും നമ്മൾ ദാനധർമ്മം ചെയ്യണം. ഓരോ മനുഷ്യനും ദാനധർമ്മം ചെയ്യുമ്പോൾ തിരിച്ചവരും നമ്മുടെ ബാങ്ക് കാലിയാകാതിരിക്കാൻ വേണ്ടി നമുക്ക് കുഞ്ഞു കുഞ്ഞു കാശിട്ട് തരും. ഡെയിലി കളിച്ചു വരുമാനം ഉണ്ടാക്കുന്ന ആരാ? തീർച്ചയായിട്ടും അതാണ് ബുദ്ധി. നിങ്ങൾക്ക് ആ ബുദ്ധിയും കഴിവില്ലാത്തതിന് എൻ്റെ കയ്യിൽ കുഴപ്പമില്ല. അപ്പോൾ സൗമ്യയോട് ഞാൻ പറയുന്നു, പറ്റുമെങ്കിൽ അക്കൗണ്ട് നമ്പർ അവിടെ നാണക്കേട് മാനക്കേട് ഒന്നും നോക്കണ്ട. ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരാളാ. എനിക്ക് നാണവും ഇല്ല മാനവും ഇല്ല ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് വലിയ ബാങ്കും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിച്ചും ഒക്കെയാണ് ബാങ്ക് ഉണ്ടാക്കുന്നത്. എന്റെ ബാങ്കിന്റെ പേര് ദിവ്യ ബാങ്ക്, ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് ആണ്. അറിയാവോ? നിന്നെ അടുത്ത് തന്നെ പൂട്ടുന്നു. ഞാൻ നിന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കുക. എനിക്ക് നല്ല അസൂയം കുശുമ്പുണ്ടല്ലേ? പൂട്ടണം. എന്നെ പൂട്ടിയിട്ടാലും നീ വരിക്ക് കൂടെ കിടന്നാം. മനസ്സിലായോ? എന്നെ പൂട്ടിയിട്ടാലേ ആൾക്കാരുടെ എല്ലാ കുത്തുവാക്കുകളും ഒക്കെ കേട്ട് നീ ഇവിടെ കിടന്ന് വലിച്ചു മരിച്ചു പോകത്തേയുള്ളൂ. എന്നെ പോലെ ഒരാൾ ഇവിടെ ജീവിച്ചിരിക്കുന്നോണ്ടാണ് ഇവിടെ കൊലപാതകങ്ങൾ ഉണ്ടാവാത്തത്, ഇവിടെ അക്രമം ഉണ്ടാകാത്തത്. ആളുകൾക്കെല്ലാം പൈസ കിട്ടിക്കൊണ്ടിരിക്കും.